heavens and earth. Bereshit bara Elohim Bashamayi Ba'aretz. ഇങ്ങനെയുള്ളതായ എബ്രായ വചനങ്ങൾ ഓരോന്ന് കാണാതെ അത് മനഃപ്പാഠമാക്കി വെച്ചിരിക്കുന്ന വ്യക്തിക്ക് അടിസ്ഥാനപരമായ കാര്യം ഇതുവരെയും അറിഞ്ഞുകൂടാ. എന്താ അടിസ്ഥാനപരമായ കാര്യം? ഒരുവൻ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എങ്ങനെ 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 സ്തോത്രം. ദൈവരാജ്യത്തിൽ ഒരുവൻ കടക്കുന്നത് എങ്ങനെ? ആമേൻ. എന്നോടുകൂടെ ഡോക്ടറേറ്റും പോസ്റ്റ് ഡോക്ടറേറ്റും മറ്റുമൊക്കെ അത് പഠിച്ചിരുന്നതായ കുറെ വ്യക്തികളുമായിട്ട് എനിക്ക് വളരെയധികം സംവാദം നടത്തേണ്ടി വന്നിട്ടുണ്ട്. അവർ തിയോളജി സംബന്ധിച്ച് ഡോക്ടറേറ്റ് റിസർച്ച് ചെയ്യുന്നവര്, പോസ്റ്റ് ഡോക്ടറേറ്റ് റിസർച്ച് ചെയ്യുന്ന പുള്ളികളൊക്കെയാണ്. അവരുമായിട്ട് എനിക്ക് വാദപ്രതിവാദം നടത്തേണ്ടി വന്നു. അവരെന്നോട് വന്ന് പറഞ്ഞ് എന്നോട് ചോദിച്ചുള്ള ചോദ്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. പറയസേ, എടോ, നിങ്ങളെ പോലുള്ള പുള്ളികളല്ലയോടോ ഈ സ്വർഗമുണ്ട് നരകമുണ്ടെന്നൊക്കെ വിശ്വസിക്കുന്നത്? എവിടാണോ സ്വർഗം, എവിടാണ് നരകം? ഭൂമി ഒരു ഗോളമാണ്. ഇവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ മുകളിലോട്ട് കാണിച്ചാൽ അവിടാണോ സ്വർഗം ഇരിക്കുന്നത്, ഇങ്ങോട്ട് കാണിച്ചാൽ ഇവിടെയാണോ നരകം ഇരിക്കുന്നത്? കേട്ടോ, ഇതുപോലെ എത്ര ഗോളം ഈ ഗാലക്സിയിലുണ്ട്. അവിടെ നിന്നോട്ട് ഇങ്ങനെ മേപ്പോട്ട് കാണിച്ചാൽ അന്നേരം അവിടാണോ സ്വർഗം ഇരിക്കുന്നത്? നിങ്ങളെപ്പോഴും മരമണ്ടന്മാർ. അപ്പൊ അവര് പറയുന്ന ഇതാണ്, സ്വർഗവും നരകവും ഒന്നും ഇല്ല. അതല്ല, ഇവിടെയുള്ള രണ്ട് അനുഭവങ്ങളാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന രണ്ട് അനുഭവങ്ങളാണ്. സ്വർഗം അത് സന്തോഷത്തിന്റെ അനുഭവം, നരകം അത് ദുഃഖത്തിന്റെ അനുഭവം. രണ്ട് അനുഭവങ്ങളാണ്. അല്ലാതെ സ്വർഗം അവിടെ നരകം ഇവിടെ ഇങ്ങനെയൊക്കെ പറയും നിങ്ങളെപ്പോലുള്ള മരമണ്ടന്മാർ. അത് മാത്രമല്ല, അവർ പറയുന്നത് നിങ്ങളെപ്പോലുള്ളവരല്ലേ കർത്താവ് ഇനിയും മടങ്ങി വരുമെന്നൊക്കെ പ്രസംഗിക്കുന്നു. കർത്താവ് ഇനിയും ഇവിടെ വരുമോ? എന്തായി പറയുന്നത്? അവരൊരിക്കൽ ഇവിടെ വന്നു, വാങ്ങിച്ചു കെട്ടേണ്ടതിന്റെ മാക്സിമം വാങ്ങിച്ചു കെട്ടിപ്പോയ ഈ പുള്ളി ഇനി ഇങ്ങോട്ട് വരുമോ എന്നാ ചോദിക്കുന്നത്. നിങ്ങളെ പോലുള്ള മരമണ്ടന്മാർ. സ്തോത്രം. ഞാൻ ഇവരെ നോക്കിക്കൊണ്ട് വളരെ വേദനയോടെ പറയേണ്ടി വന്നിട്ടുണ്ട്. സഹോദരങ്ങളെ, നിങ്ങൾ ഇനി ഡോക്ടറേറ്റ് അല്ല പോസ്റ്റ് ഡോക്ടറേറ്റ് എടുത്തെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് ഇതുവരെ യഥാർത്ഥമായ അറിവുണ്ടായിട്ടില്ല. സ്തോത്രം. ഡിഗ്രി കാണും, ബിരുദം കാണും, സ്തോത്രം. പക്ഷെ യഥാർത്ഥമായ അറിവ് നിങ്ങൾക്ക് ഇതുവരെയും ആയിട്ടില്ല. എന്താ യഥാർത്ഥ അറിവെന്ന് പറയുന്നത്? യഥാർത്ഥ അറിവെന്ന് പറയുന്നത് അറിയേണ്ടവനെ അറിയേണ്ടതുപോലെ അറിയുവാൻ കഴിയുന്നതാണ് യഥാർത്ഥമായ അറിവെന്ന് പറയുന്നത്. അതാണ് യഥാർത്ഥമായ അറിവ്. അതിന് യൂണിവേഴ്സിറ്റി ബിരുദം വേണമെന്നില്ല, ഡോക്ടറേറ്റ് വേണമെന്നൊന്നുമില്ല. മറിച്ച് ഒരു വിദ്യാഭ്യാസമില്ലെങ്കിലും പരമാർത്ഥ ഹൃദയത്തോടുകൂടെ കർത്താവിനെ അന്വേഷിച്ചിറങ്ങി വന്നിട്ടുള്ളൊരു ദൈവ പൈതലിനെ നോക്കി ഇന്നും സ്വർഗം വിളിച്ചു പറയുന്നു, യു ആർ വൈസ്, നീയാണ് ബുദ്ധിമാൻ. ദൈവത്തിന് സ്തോത്രം. 14-ാം സങ്കീർത്തനം 3-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുക. ദൈവത്തെ ആര് പരമാർത്ഥ ഹൃദയത്തോട് അന്വേഷിപ്പാൻ ഇറങ്ങി വന്നിട്ടുണ്ടോ അവരെ ലോകം ഇനി വിടക്കം നെണ്ണിയാലും വീട്ടുകാരിനിയും മരമണ്ടെന്ന് പറഞ്ഞ് മുദ്ര കുത്തിയാലും സ്വർഗത്തിൽ ദൈവം വിളിച്ചു പറയുന്നു, നീ ബുദ്ധിമാൻ. സ്തോത്രം. ആ വലിയ പദവിയിലേക്ക് കർത്താവ് നമ്മെ കൊണ്ടുവന്നത് ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുക. ഇവിടെ ഇതാ ഒത്തിരി കാര്യങ്ങൾ അറിയാവുന്ന ഈ ന്യായശാസ്ത്രിക്ക് ഇതുവരെയും ദൈവരാജ്യത്തിൽ ഒരുവൻ കടക്കുന്ന എങ്ങനെയെന്ന് അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ. അദ്ദേഹം കർത്താവിന്റെ അടുത്തേക്ക് വന്ന് ചോദിക്കും. കർത്താവ് പറയുന്നു, നീ പുതുതായി ജനിക്കണം. ദൈവത്തിന് സ്തോത്രം. എന്താ ഈ പുതുതായി ജനിക്കുക? പുതുതായി എന്നതിന് കൊടുത്തിരിക്കുന്ന ഗ്രീക്ക് പദം അനോത്തേൻ എന്നാണ്. അനോത്തേൻ എന്ന ഗ്രീക്ക് പദത്തിന് ഉയരത്തിൽ നിന്ന് എന്നാണ് അർത്ഥം. പുതുതായി ജനിക്കുക എന്ന് പറഞ്ഞാൽ ഉയരത്തിൽ നിന്ന് ജനിക്കുക എന്നാണ് അർത്ഥം. എന്നാൽ ഈ ന്യായശാസ്ത്രയ്ക്ക് തോന്നിയത് ഉദരത്തിൽ നിന്ന് ജനിച്ചു വരുന്ന അനുഭവമാണ്. സ്തോത്രം. അതുകൊണ്ട് 4-ാമത്തെ വാക്യത്തിൽ ദൈവം ചോദിക്കുന്നു, കർത്താവേ, ഇനിയും എന്റെ അമ്മയിൽ കൂടെ ഒരു ജനനമോ? മരിച്ചു മൺമറഞ്ഞു പോയ എല്ലും പല്ലും ദ്രവിച്ച് മണ്ണിലേക്ക് മാറിയ എന്റെ അമ്മയിൽ കൂടെ ഒരു ജനനമോ? അത് ഓർക്കുവാൻ പോലും വയ്യ. സ്തോത്രം. കർത്താവ് പറഞ്ഞു, ഉദരത്തിൽ കൂടുള്ള ജനമല്ല, ഉയരത്തിൽ നിന്നുള്ള ജനം. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ഒരുവൻ ദൈവരാജ്യത്തിൽ കടക്കയില്ല. ഇല്ല ഇല്ല. സ്തോത്രം. ഈ ന്യായശാസ്ത്രിയെ സംബന്ധിച്ചിടത്തോളം പ്രകൃതിശാസ്ത്രം നല്ലവണ്ണം അറിയാവുന്ന വ്യക്തിയാണ്. പ്രകൃതിശാസ്ത്രത്തിൽ 4 ജന്മമേ ഉള്ളൂ, 5ാമതൊരു ജന്മമില്ല. എന്നാൽ കർത്താവ് പഠിപ്പിച്ചത് ഈ 4 ജന്മമല്ല, 5ാമതൊരു ജന്മമുണ്ട്. അത് ദൈവശാസ്ത്രത്തിൽപ്പെട്ട ജനനമാണ്, അത് പ്രകൃതിശാസ്ത്രത്തിൽപ്പെട്ട ഒന്നല്ല. പ്രകൃതിശാസ്ത്രം അനുസരിച്ച് 4 ജന്മമുള്ളൂ. 1ാമത്തെ ജന്മം എന്ന് പറയുന്നത് ഭൂമിയിൽ നിന്ന് ജനിച്ചു വരിക, ഭൂമിയിൽ നിന്ന് മുളച്ചു വരിക. സസ്യങ്ങളൊക്കെ ആ കൂട്ടത്തിൽപ്പെട്ടതാണ് ഭൂമിജം. 2ാമത്തെ ജന്മമാണ് സ്വേദജം എന്ന് പറയും, വിയർപ്പിൽ നിന്നുളവായി വരുന്നത്. മൂട്ടയും
പേനും ഒക്കെ സ്വേദത്തിൽപ്പെട്ടതാണ്. സ്തോത്രം. ചില ദിവസങ്ങൾ വീട്ടിലെ കൊച്ചിയോ അല്ല പെൺകുട്ടിയോ കുളിക്കാതെ നടക്കാന്ന് വിചാരിക്കുക. സ്തോത്രം. ചില ദിവസങ്ങൾ കുളിക്കാതെ നടക്കാന്ന് വിചാരിക്കുക. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം കുളിച്ചില്ലേലും കുഴപ്പമില്ല. അവൻ ചില ദിവസങ്ങൾ കുളിക്കാതെ നടക്കാന്ന് വിചാരിക്കുക. അപ്പം തല ചൊറിയാനായി തുടങ്ങും. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ചില കുഞ്ഞുങ്ങൾ ഇങ്ങനെ തലയ്ക്കകത്തോട്ട് കൈയിട്ട് ചൊറിഞ്ഞു ഇങ്ങനെ കൈ എടുത്ത് വെച്ചോണ്ട് അയ്യോ മമ്മി ഏതാണ്ടൊക്കെ എഴിഞ്ഞു പോകുന്നു, മമ്മി പോകുന്നു മമ്മി എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. സ്തോത്രം. അതാണ് പേൻ എന്ന് പറയുന്നത്. ഈ പേൻ എവിടുന്ന് വന്നതാ? ഈ പേൻ തലയ്ക്കകത്ത് വിയർപ്പടിഞ്ഞിട്ട് അതിൽ നിന്നുളവായി വരുന്നതാണ് ഈ പേൻ. അങ്ങനെയും വരാം. പിന്നെ കൂടെ കിടക്കുന്നത് നല്ലതല്ലെങ്കിൽ അതിൽ നിന്നും പറന്ന് കയറാം. എങ്ങനെ വേണേലും പേൻ കയറാം. ഏതായാലും സ്വേദത്തിൽപ്പെട്ട രണ്ട് കാര്യമാണ്. ഒന്ന് മൂട്ട, രണ്ട് പേൻ. രണ്ടാമത്തെ ജന്മം. മൂന്നാമത്തെ ജന്മമാണ് അണ്ടജം. അണ്ടജം മുട്ടയിൽ നിന്ന് ഉളവായി വരിക. പക്ഷികളൊക്കെ മുട്ടയിൽ നിന്നുളവായി വരുന്നത് അത് അണ്ടജത്തിൽപ്പെട്ട കാര്യമാണ്. നാലാമത്തെ ജന്മമാണ് സ്തോത്രം മാതൃജം. അമ്മയിൽ നിന്ന് ജനിച്ചു വരിക, മാതാവിൽ നിന്ന് ജനിച്ചു വരിക. അത് മാതൃജത്തിൽപ്പെട്ടതാണ്. മൃഗങ്ങളും മനുഷ്യരുമൊക്കെ മാതാവിൽ നിന്ന് ജനിച്ചു വരിക. സ്തോത്രം. ഈ ന്യായശാസ്ത്രിയെ സംബന്ധിച്ചിടത്തോളം പ്രകൃതി ശാസ്ത്രത്തിൽപ്പെട്ട 4 ജന്മവും പുള്ളിക്കറിയാം. അണ്ടജവും അറിയാം, ഭൂമിജവും അറിയാം, മാതൃജവും അറിയാം, സ്വേദജവും അറിയാം. മാതൃജം അറിയാവുന്ന വ്യക്തി ആയതുകൊണ്ടാണ് ചോദിക്കുന്നത്, എന്റെ അമ്മയിൽ കൂടി ഇനിയൊരു ജനനമോ? കർത്താവ് പറഞ്ഞു, ഉദരത്തിൽ കൂടെയുള്ള ജനനമല്ല, ഉയരത്തിൽ നിന്നുള്ള ജനനമാണ്. സ്തോത്രം. എന്താണ് ഉയരത്തിൽ നിന്നുള്ള ജനനം? അതാണ് കർത്താവ് പറയുന്നത്. വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ഒരുവൻ ദൈവരാജ്യത്തിൽ കടക്കയില്ല. സ്തോത്രം. എന്താ വെള്ളവും ആത്മാവും? വെള്ളത്തെക്കുറിച്ചും ആത്മാവിനെ കുറിച്ചും ഒക്കെയുള്ള ജനനം, അതിനെക്കുറിച്ച് 3 വ്യാഖ്യാനങ്ങളാണ് ക്രൈസ്തവ തലത്തിൽ നിലവിലുള്ളത്. വെള്ളത്താൽ ജനിക്കുക, ആത്മാവിനാൽ ജനിക്കുക. ഒരു സമയം വരെ ഞാൻ കേട്ടിരുന്ന ഒരു വ്യാഖ്യാനം ഇതായിരുന്നു: വെള്ളത്താൽ ജനിക്കുക എന്ന് പറയുന്നത് വാട്ടർ ബാപ്റ്റിസം, ആത്മാവിനാൽ ജനിക്കുക എന്ന് പറയുന്നത് സ്പിരിറ്റ് ബാപ്റ്റിസം. അങ്ങനെ പഠിപ്പിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ട്. ഇന്ന് അതൊക്കെ മാറി വരികയാണ്. വെള്ളത്താൽ ജനിക്കുക എന്ന് പറയുന്നത് വാട്ടർ ബാപ്റ്റിസം അല്ല. കാര്യം, ഈ ന്യായശാസ്ത്രി ഇതുവരെ ഗുണപ്പെട്ടിട്ടില്ല, ഇവൻ ഇതുവരെ രക്ഷിക്കപ്പെട്ടിട്ടില്ല, ഇവൻ യേശുവിനെ സ്വീകരിച്ചിട്ടില്ല, ഒന്നുമില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആദ്യം കർത്താവ് ഒരു വാട്ടർ ബാപ്റ്റിസമാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നമ്മൾ അതൊക്കെ ചെയ്തു കഴിയും. നമ്മൾ ചില കാര്യസാധ്യത്തിന് വേണ്ടി വാട്ടർ ബാപ്റ്റിസം ആദ്യം കൊടുക്കും, പിന്നെ ചെറുക്കൻ രക്ഷിക്കപ്പെട്ടോളൂ അല്ലെ പെണ്ണ് രക്ഷിക്കപ്പെട്ടോളൂ എന്നൊക്കെ പറയും. ഇപ്പൊ ഒരു വിവാഹം നടക്കേണ്ടി വന്നു, അത്യാവശ്യമാണ്, പെട്ടെന്ന് കാര്യങ്ങൾ ക്രമീകരിച്ചു പോകണം. അമേരിക്കയിൽ നിന്ന് വന്നിരിക്കുക, കേരളത്തിൽ വന്നിരിക്കുക, അല്ലെ ഇംഗ്ലണ്ടിൽ നിന്ന് വന്നിരിക്കുക, കൊച്ചിനെയും കൊണ്ട് വന്നിരിക്കുക. എന്തിനാ? വിവാഹം. അത് നടത്തി പോകണം. അതിന് ധൃതി വെച്ച് വന്നിരിക്കുക. ഇവന്റെ വായിന്ന് കാജാപിടി ഇതുവരെ മാറിയിട്ടില്ല, ഇത് ഇതുവരെയും ഗുണപ്പെട്ടിട്ടില്ല, കാര്യങ്ങൾ ഒരു ക്രമീകരണം എത്തിയിട്ടുമില്ല. പെൺകുട്ടി പെന്തിക്കോസുകാരി അടിക്കപ്പെട്ട് യാനപ്പെട്ട കൊച്ചിനെ കെട്ടിക്കണം. അത് പെൺകുട്ടിയുടെ ഗറഫിലാണ് വിവാഹം നടക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ആ വീട്ടുകാരുടെ ഗറഫ് വിവാഹം നടക്കാൻ പോകുക. അപ്പൊ പാസ്റ്റർ ചോദിക്കും, ഈ കൊച്ചിൻ രക്ഷിക്കപ്പെട്ടതാണോ? അപ്പൊ ചെറുക്കന്റെ അപ്പം പറയും, അവൻ എന്ത് വേണേലും ചെയ്യും, ഞാൻ പറഞ്ഞാൽ അനുസരിക്കുന്ന കൊച്ചനാ, ഞാൻ പറഞ്ഞാൽ അവൻ ഇടത്തോട്ടോ വലത്തോട്ടോ മാറുകയില്ല, പാസ്റ്റർ നിർബന്ധമാണെങ്കിൽ അവൻ അത് ചെയ്യും, അവൻ രക്ഷിക്കപ്പെടും. ഇനി അടുത്ത ദൈവം സ്നാനപ്പെട്ടത്, സ്നാനമൊന്നും പെട്ടില്ല, പക്ഷേ കല്യാണം നടത്തണമെന്നുണ്ടെങ്കിൽ സ്നാനം നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ അവനതനുസരിക്കും, ഞാൻ പറഞ്ഞാൽ അവൻ കേൾക്കും, എനിക്കറിയാം, അപ്പൊ സ്നാനം നടത്തിക്കും, ഒരു കുഴപ്പമില്ല. അപ്പൊ കല്യാണത്തിന് വേണ്ടി സ്നാനപ്പെടുത്തുന്നു, കല്യാണത്തിന് വേണ്ടി രക്ഷിക്കപ്പെടുത്തുന്നു. ഈ പരിപാടിയല്ല ഈ പറഞ്ഞതിന്റെ സാരം. നമ്മൾ അത് ചെയ്യും. കാര്യസാധ്യത്തിന് വേണ്ടി ആദ്യം ജലസ്നാനം, പിന്നെ മറ്റേത്, ഇങ്ങനെ പറഞ്ഞു പോകുന്നവരാ. കർത്താവ് അങ്ങനെ ചെയ്യുന്നവനല്ല. സ്തോത്രം. കർത്താവ് എന്ത് ചെയ്താലും അവൻ അതിന്റെ അടുക്കിലും ചിട്ടയിലും ചെയ്യുന്നവനാ, നന്നായി ചെയ്യുന്നവനാ. സ്തോത്രം. കർത്താവ് ഒരിക്കലും ഇവിടെ വാട്ടർ ബാപ്റ്റിസം അല്ല ഉദ്ദേശിക്കുന്നത്. വെള്ളത്താലുള്ള ജന്മം എന്ന് പറയുന്നത് ജലസ്നാനവും ആത്മാവിലുള്ള ജന്മം ആത്മസ്നാനവും അല്ല. രണ്ടാമത്തെ ഇന്റർപ്രിട്ടേഷൻ ഇതാണ്. വെള്ളത്താൽ ജനിക്കുക എന്ന് പറയുന്നത് ഭൗമിക ജന്മവും, ഫിസിക്കൽ ബർത്ത്. അതെ, ആത്മാവിനാൽ ജനിക്കുക എന്ന് പറയുന്നത് സ്പിരിച്വൽ ബർത്ത്. അങ്ങനെയുള്ളൊരു വ്യാഖ്യാനമുണ്ട്. എന്നാൽ മൂന്നാമതൊരു വ്യാഖ്യാനമുണ്ട്. എനിക്ക് ആ വ്യാഖ്യാനത്തോടായി യോജിപ്പ്. വെള്ളമെന്ന് പറയുന്നത് കർത്താവിന്റെ വചനമാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ പലയിടങ്ങളിലും ദൈവവചനത്തെ വെള്ളവുമായി, ജലവുമായി ബന്ധപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട്. ഒരു വാക്യം തരാം. എഫേസ്യർ 5:25 നാം ഇങ്ങനെ വായിക്കുന്നു: അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി. സ്തോത്രം. വചനത്തെ ജലവുമായി ബന്ധപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ വെള്ളത്താൽ ജനിക്കുക എന്ന് പറയുന്നത് ദൈവവചനത്താൽ ജനിക്കുക. ആത്മാവിനാൽ ജനിക്കുക എന്ന് പറയുന്നത് ആത്മാവ് വചനത്തിൽ കൂടെ ക്രിയ ചെയ്തിട്ട് ഉണ്ടാകുന്നതായ അനുഭവമാണ്
വീണ്ടും ജനനം എന്ന് പറയുന്നത്. ഇത് ഞാൻ വളരെ വിശദീകരിച്ച് ഞാൻ ആളുകൾക്ക് പഠിപ്പിക്കാറുണ്ട്, ക്ലാസ് എടുക്കാറുണ്ട്. കാര്യം ഇന്ന് പെന്തിക്കോസ്തുകാരാന്ന് പറഞ്ഞാലും അവർക്ക് ഉണ്ടാകേണ്ട ഒരു അനുഭവമാണ് യഥാർത്ഥ മാനസാന്തരം. പലർക്കും അറിഞ്ഞുകൂടാ മാനസാന്തരം എന്ന് പറഞ്ഞാൽ അവർ വിചാരിക്കുന്ന ഒരു ക്രൂസൈഡ്, ആ യോഗത്തെ സംബന്ധിക്കുന്നു, ഒടുവിൽ ഓട്ടർക്കോൾ കേൾക്കുമ്പോൾ ഇങ്ങനെ കൈവക്കുന്നത് ആ മാനസാന്തരം. അത് അവർ മനസ്സിലാക്കി. ഇത്രയും കൈവൊക്കി കഴിഞ്ഞാൽ അത് മാനസാന്തരമാണ്. ചിലർ വിചാരിക്കുന്നത് ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്ന് കുത്തിയിരുന്നിട്ട് പോയാൽ മാനസാന്തരമാണ്. ചിലർ വിചാരിക്കുന്നത് ദൈവവേലയ്ക്ക് വേണ്ടി കൊടുത്താൽ അത് മാനസാന്തരം. ഇതൊക്കെ വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല, മറിച്ച് അതൊന്നും അല്ല മാനസാന്തരം. മാനസാന്തരം എന്ന് പറയുന്നത് ഉപവാസം എടുക്കുന്നതല്ല. മാനസാന്തരം എന്ന് പറയുന്നത് ദൈവവേലയ്ക്ക് കൊടുക്കുന്നതല്ല. മാനസാന്തരം എന്ന് പറയുന്നത് തീർത്ഥാടനം നടത്തുന്നതല്ല. മാനസാന്തരം എന്ന് പറയുന്നത് സ്നാനപ്പെടുന്നതല്ല. അതൊന്നുമല്ല മാനസാന്തരം. മാനസാന്തരം എന്ന് പറയുന്നത് മറ്റൊരു അനുഭവം. അതാ ഞാനിപ്പോ പഠിപ്പിക്കാൻ പോകുന്നത്. സ്തോത്രം. ദൈവവചനത്തിൽ കൂടെ പരിശുദ്ധാത്മാവ് ക്രിയ ചെയ്തിട്ട് യേശുക്രിസ്തുവിനെ നമ്മുടെ ഉള്ളിന്റെ ഉള്ളറയിൽ ഉരുവാക്കുന്ന സ്വർഗീയ അനുഭവമാണ് പുതുജനനം, വീണ്ടും ജനനം, മാനസാന്തരം എന്നൊക്കെ പറയുന്നത്. ഞാനതൊരു സിമ്പിൾ എക്സാമ്പിൾ കൂടെ ഞാനത് തെളിയിക്കാം. ഇപ്പൊ എനിക്കൊരു രോഗം വന്നു, ഞാൻ ഡോക്ടറെ ചെന്ന് കണ്ടു. ഡോക്ടർ ഡയഗ്നോസ് ചെയ്തിട്ട് പറയുകയാണ് ഇയാൾക്ക് ടൈഫോയിഡ് ആണെന്ന് പറയാം. ടൈഫോയിഡ് ആണെങ്കിൽ നിശ്ചയമായിട്ട് ഒരു കോഴ്സ് ആന്റിബയോട്ടിക് എടുക്കണം, അതുകൊണ്ട് ഇവിടെ അഡ്മിറ്റ് ആകണം. അപ്പൊ ഞാൻ അവിടെ അഡ്മിറ്റ് ആകും. അപ്പൊ ആന്റിബയോട്ടിക് ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് നേഴ്സ് വരിക. നേഴ്സ് വരുമ്പോൾ കയ്യിലൊരു സിറിഞ്ചുണ്ട്, ആ മെഡിസിനുമായിട്ടാണ് വരുന്നത്. അപ്പൊ വന്നു കഴിഞ്ഞ് 3 കാര്യങ്ങൾ ചെയ്യും. ഒന്ന്, ആ സിറിഞ്ച് അങ്ങോട്ട് എടുക്കും, അതൊന്ന് സ്റ്റെറിലൈസ് ചെയ്തതിന് ശേഷം ഈ ആന്റിബയോട്ടിക് ആ മരുന്ന് നിറച്ച ബോട്ടിൽ നിന്ന് ആ മെഡിസിൻ അതിനകത്തോട്ട് അത് വലിച്ചെടുത്തതിന് ശേഷം എൻ്റെ അടുത്തോട്ട് വന്ന് എൻ്റെ കയ്യിൽ ഇങ്ങനെ പഞ്ഞിയൊക്കെ തൂത്തിട്ട് കുപ്പി എണ്ണിക്കൊള്ളാൻ പറയും, അല്ലെങ്കിൽ മുട്ടായി എണ്ണിക്കൊള്ളാൻ പറയും. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു കുത്തു കുത്തി ആ മരുന്ന് അതിനകത്തോട്ട് എന്റെ ശരീരത്തോട്ട് കയറ്റി വിടും. സ്തോത്രം. ഇവിടെ 3 ഘടകങ്ങളാണ് നിന്ന് പ്രവർത്തിക്കുന്നത്. ഒന്ന്, അതെ, ആ നേഴ്സ് സബ്ജക്റ്റായി നിന്നുകൊണ്ട് ആ സിറിഞ്ച് ഒരു ഇൻസ്ട്രുമെന്റ് ആയി ഉപയോഗിച്ചുകൊണ്ട് അതിനകത്തുള്ള ആന്റിബയോട്ടിക് മെഡിസിൻ ഒരു ഓബ്ജക്റ്റ് ആയി ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ ഉള്ളിലേക്ക് അതെ കടത്തി വിടുന്ന അനുഭവമാണ്. അതാണ് ഇഞ്ചക്ഷൻ എന്ന് പറയും. ഇതുപോലെ പരിശുദ്ധാത്മാവ് സബ്ജക്റ്റായി നിന്നുകൊണ്ട് സുവിശേഷമാകുന്ന സിറിഞ്ചിൽ കൂടെ യേശുക്രിസ്തു എന്ന ആന്റിബയോട്ടിക്കിനെ എന്റെ ഉള്ളിലേക്കും നിങ്ങളുടെ ഉള്ളിലേക്കും കടത്തിവിടുന്ന ഉരുവാക്കുന്ന സ്വർഗീയ അനുഭവമാണ് വീണ്ടും ജനനം എന്ന് പറയുന്നത്. വീണ്ടും ജനനത്തിൽ ഉണ്ടാകുന്നത് അകത്ത് യേശു വരിക, നമ്മുടെ ഉള്ളിന്റെ ഉള്ളറയിലേക്ക് യേശു വരിക, യേശു അകത്ത് സ്ഥാനം പിടിക്കുക. സ്തോത്രം. യേശു നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ സകലത്തിനും സമൂലമായ ഒരു പരിവർത്തനമാണ് ഉണ്ടാകുന്നത്. സകലത്തിനും സമൂലമായ പരിവർത്തനം എന്ന് പറഞ്ഞാൽ നോട്ടത്തിന്, നടപ്പിന്, ഭാവത്തിന്, സംസാരത്തിന് എല്ലാത്തിനും വ്യത്യാസമുണ്ടാകുക. കാര്യമെന്താ? യേശു എന്റെ ഉള്ളിൽ ഉരുവായി. അതാ കാര്യം. യേശു എന്റെ ഉള്ളിൽ വന്നു. സ്തോത്രം. ഞാനൊരു തെളിവ് തരാം. ഒരു കുഞ്ഞിനെ ഒരു മാതാവ് ഉദരത്തിൽ വഹിച്ചു തുടങ്ങുന്ന നിമിഷം മുതൽ ആ മാതാവിൽ വരുന്ന വ്യത്യാസങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ ശരീരഘടനയിൽ വ്യത്യാസം വരുന്നു, ഹോർമോൺസ് അത് ആക്റ്റീവായി മാറുന്നു, മാതാവിന്റെ നടപ്പ്, അതിന്റെ ഇരിപ്പ്, ആ പോക്ക് എല്ലാറ്റിനും ഒരു വ്യത്യാസം വരുന്നത്. ഇപ്പൊ എന്റെ വൈഫും ഞാനും കൂടി ഇങ്ങനെ പോവുക, ഒരു യാത്ര പോകാന്, അവിടെ ഒരു ബസ് വന്ന് നിർത്തി, ആ ബസ് വിടാൻ തുടങ്ങുന്നു. എന്റെ വൈഫ് ക്യാരി ചെയ്യുന്ന ഒരു സമയമാണെന്ന് വിചാരിക്കുക. അപ്പൊ ഞാൻ ഒരു കുതിപ്പിന് ബസ്സിന് നേരെ ഓടുന്ന സമയത്ത് എന്റെ വൈഫിനോട് പറയും, അനി ഓണം, നീ ഓണം എന്ന് പറഞ്ഞാൽ എന്റെ ഭാര്യ പറയും, അച്ഛാ എനിക്ക് ബസ് അതുപോലെ പോട്ടെ, അടുത്തൊരു ബസ് വരുമ്പോൾ നമുക്ക് പോകാം. എനിക്ക് പഴയതുപോലെ ഓടാനൊക്കെ ഇല്ല. നിങ്ങൾ എന്നാ പറയുന്നത്? നിങ്ങൾ ഓടുന്നു, പക്ഷെ നിങ്ങളുടെ